ഹായ് ഫ്രണ്ട്സ്, PSC ബിഗിനേഴ്സിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മുൻകാല PSCയിൽ ചോദിച്ചിട്ടുള്ള മാത്സിലെ 5 ക്വസ്റ്റ്യൻസുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ: ഒരു സമചതുരത്തിന്റെ വികർണം വശമായി വരയ്ക്കുന്ന സമചതുരത്തിന്റെ വിസ്തീർണം 1352 ചതുരശ്ര സെന്റിമീറ്റർ ആണ്. ആയാൽ ആദ്യ സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം എത്ര എന്നതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? അവിടെ 2 സമചതുരങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കാം. രണ്ടാമത്തെ സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം എന്ന് പറയുന്നത് ആദ്യ സമചതുരത്തിന്റെ വികർണത്തിന്റെ നീളമാണ് എന്ന് മനസ്സിലാക്കണം. രണ്ടാമത്തെ സമചതുരത്തിന് 1352 ചതുരശ്ര സെന്റിമീറ്റർ ആണ്. പിന്നെ നമ്മുടെ ഒരു വശം തന്നാൽ സമചതുരത്തിന്റെ വിസ്തീർണം കാണാനുള്ള ഫോർമുല മനസ്സിലാക്കണം. പിന്നെ സമചതുരം എന്ന് പറയുന്നത് എന്താണ്? എല്ലാ വശങ്ങളും ഈക്വൽ ആയിട്ടുള്ള ചതുർഭുജമാണ് എന്തെന്ന് പറയുന്നത്? സമചതുരം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ കണ്ടീഷനെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന 2 സമചതുരങ്ങൾ വരയ്ക്കാം. ആദ്യമായിട്ട് ഇങ്ങനെയാണ് ഒരു സമചതുരം. ഇനി ഇതിന്റെ വികരണം എങ്ങനെ വരയ്ക്കാം? വികരണം നമുക്കറിയാം, ഒരു കോണിൽ നിന്നും എതിർവശത്തേക്കുള്ള കോണിലേക്കുള്ള നീളമാണ് വികരണം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു വശത്തിന്റെ നീളം A ആണെന്ന് വിചാരിക്കുക. സപ്പോസ് ഒരു വശത്തിന്റെ നീളം A ആണ്. അപ്പൊ സമചതുരാകുമ്പോൾ 4 വശം എന്തായിരിക്കും? A തന്നെയായിരിക്കും വരിക. അപ്പൊ ആ ഒരു സമചതുരത്തിന്റെ വികരണം പറയുന്നത് എങ്ങനെയാണ് നമുക്ക് കണ്ടെത്തുക? ഇതിന്റെ വികരണത്തിന്റെ നീളം എന്ന് പറയുന്നത് √2a ആണ്. ഈ √2a എങ്ങനെ കിട്ടി? കാരണം അറിയാം, നമ്മൾ ഒരു സമചതുരം വരയ്ക്കുമ്പോൾ ഈ കോണ് 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ നമുക്ക് പൈത്തഗോറസ് തിയറം അനുസരിച്ച് പൈത്തഗോറസ് തിയറം വെച്ചിട്ട് നമുക്ക് ഇതിന്റെ ലെങ്ത് എന്ത് കണ്ടുപിടിക്കാം? √2 √a² + a² അത് ചുരുക്കുമ്പോൾ √2a ആവും. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? രണ്ടാമത്തെ സമചതുരം എന്ത് ചെയ്തു? ഇതിനെ ഒരു വശത്തിന് നീളമായിട്ട് അടുത്ത സമചതുരം ഉണ്ടാക്കി. അപ്പൊ അതിന്റെ എങ്ങനെ വരും? ഇങ്ങനെയാണ് വരിക. അപ്പൊ അതിന്റെ നീളം എത്രയൊക്കെയാണ്? √2a അങ്ങനെയാണ് അതിന്റെ വശങ്ങളുടെ നീളം വരിക. അപ്പൊ രണ്ടാമത്തെ സമചതുരത്തിന്റെ വിസ്തീർണം കാണാനുള്ള സൂത്രവാക്യം എന്താണ്? A എന്നുള്ള ഒരു സമചതുരത്തിന്റെ വിസ്തീർണം കാണാനുള്ള സൂത്രവാക്യം എന്ന് പറയുന്നത് എന്താണ്? a × a². അപ്പൊ ഇത് നമ്മൾ എങ്ങനെ മനസ്സിലാക്കേണ്ടത്? അപ്പൊ ഞാൻ അങ്ങനെ ഒരു വര വരയ്ക്കാണ്. അല്ലെങ്കിൽ കണ്ടോ, ഞാനിവിടെ റോയും കോളമായിട്ടും കുറച്ച് സ്റ്റുഡൻസിനെ നിർത്തിയിരിക്കാൻ. ഒരു 3, 4, 5 സ്റ്റുഡൻസ്. റോയിൽ എത്രയുണ്ട്? ഇതേപോലെ 5 സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ ഇതിൽ മൊത്തം 5 റോയും 5 കോളമുള്ള സ്റ്റുഡൻസ് ഉണ്ട് വയ്ക്കാം. അപ്പോൾ ഇതിൽ ടോട്ടലിലുള്ള കുട്ടികളുടെ എണ്ണം കാണാൻ നമ്മൾ എന്താ ചെയ്യുക? ഇവിടെയുള്ള × 5 ഇവിടെയുള്ള 5 എന്ന് നമുക്ക് കണക്ക് കൂട്ടും. അപ്പൊ എത്ര വരും? 25 എന്നുള്ള വരും. അതായത് നമ്മുടെ സമചതുരം കാണുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ സമചതുരത്തിന്റെ വിസ്തീർണം കാണുമ്പോൾ എന്താ ചെയ്യുന്നത്? ഇതേപോലെ ഈ ഒരു ഏരിയ ആണ് നമുക്ക് കാണാനുള്ളത്. അപ്പൊ ഈ ഒരു ഏരിയ കാണാൻ എന്ത് ചെയ്യണം? ഈ ഒരു വശത്തിന് നമ്മൾ എന്ത് ചെയ്യണം? ഇത്രയും ഉള്ളിലേക്ക് തള്ളുകയാണ് വേണ്ടത്. അതായത് ഈ ഒരു എനെ ഇത്രയും ലെങ്ത്തിലേക്ക്, അതായത് a × a² എന്നുള്ള സൂത്രവാക്യം വരും. വിസ്തീർണം കാണാനുള്ള സൂത്രവാക്യം എന്താണ്? a × a² എന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ വിസ്തീർണം പറയുന്നത് a² ആണ്. ഇനി രണ്ടാമത്തെ സമചതുരത്തിന്റെ വശത്തിന്റെ നീളം എന്ന് പറയുന്നത് √2a ആണ്. അപ്പൊ അതിന്റെ വിസ്തീർണം എത്രയാണ്? √2a × √2a = 2a². ഇത് എത്രയാണ് തന്നിരിക്കുന്നത്? 1352 ആണ് തന്നിരിക്കുന്നത്. അപ്പൊ a² വാല്യൂ എത്രയാണ്? 1352/2 = എത്രയാണ് വരിക? 676 ആണ് വരിക. അപ്പൊ ഈ 676ന്റെ റൂട്ടാണ് നമുക്ക് കാണുന്നത്. അപ്പൊ a കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? a കണ്ടുപിടിക്കാൻ √676 ചെയ്താൽ മതി. 676ന്റെ റൂട്ട് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് സിമ്പിൾ ആണ്. നമ്മൾ എന്ത് ചെയ്യാം? 25ന്റെ സ്ക്വയർ 625 എന്ന് പറയുന്നവർക്ക് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. എല്ലാ ആവശ്യം ഇപ്പൊ നമുക്ക് നേരെ ഓപ്ഷനിൽ കണ്ടെത്താനും മതി. 10ന്റെ സ്ക്വയർ 100 ആണെന്ന് അറിയാം. 30ന്റെ സ്ക്വയർ 3ന്റെ സ്ക്വയർ 9 ആണ്. അപ്പൊ 30ന്റെ സ്ക്വയർ എന്തായിരിക്കും? 900 ആയിരിക്കും. ഇനി 16ന്റെ സ്ക്വയർ എത്രയാണ് വരിക? 16ന്റെ സ്ക്വയർ വന്നിട്ട് 6 6 36, സിസ്റ്റം 3, 6 6 12 3 15, സിസ്റ്റം 1 1 2 256 വരുള്ളൂ. ഓക്കെ. ഇനി 25ന്റെ സ്ക്വയർ ആണെങ്കിൽ നമുക്ക്
കാണുന്നവർക്ക് ഈസിയാണ് 625 അറിയാം. അപ്പൊ 26ന്റെയാണ് 676 എന്ന് നമുക്ക് ഈസി ആയിട്ട് എഴുതാം. കാരണം എന്താണ്, നമ്മുടെ അറ്റത്ത് സ്ക്വയറിന്റെ അറ്റത്ത് 6 വരുന്ന സംഖ്യകൾ എന്ന് പറയുന്നത് 1ന്റെ സ്ക്വയർ 1 വരുള്ളൂ, 2ന്റെ സ്ക്വയർ 4, 3ന്റെ സ്ക്വയർ 9, 4ന്റെ സ്ക്വയർ 16. അപ്പൊ 4ന്റെ ഒരു സംഖ്യ വരികയാണെങ്കിൽ 24, 26, 26 ഈ ഒരു സംഖ്യയിൽ മാത്രമേ അവസാനം 6 വരികയുള്ളൂ. 4, 5ന്റെ സ്ക്വയർ 25, അപ്പൊ 5 വരും. 6ന്റെ 36, അതായത് ലാസ്റ്റ് 6 വരിക. 7ന്റെ 49, 9 വരിക. 8ന്റെ 64, 4 വരിക. 9ന്റെ 81, 1 വരിക. അപ്പൊ എന്തായി, നമ്മൾക്ക് വരാവുന്ന സംഖ്യകൾ 676ന്റെ സ്ക്വയർ റൂട്ട് വരാവുന്ന സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 6ലോ 4ലോ അവസാനിക്കുന്ന സംഖ്യകൾ മാത്രമേ വരികയുള്ളൂ. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാ വരുള്ളൂ? 16 അല്ലെങ്കിൽ 26 മാത്രമേ വരികയുള്ളൂ. ഇനി 16ന്റെ നമ്മൾ ഓൾറെഡി 256 നമുക്കറിയാം. അപ്പോൾ ഇനിയുള്ള ഓപ്ഷൻ 26 ആണ്. 26ന്റെ സ്ക്വയർ പറയുന്നത് എത്രയാണ്? 676 ഇനി 676 കണ്ടുപിടിക്കാൻ വേറെ മെത്തേഡുകളുണ്ട്. ഇപ്പൊ 26ന്റെ സ്ക്വയർ നമ്മൾ നേരെ ഗുണിച്ചിട്ട് കാണുകയാണ് നോക്കിയാ, നമ്മളിതൊക്കെ കാണാണ്ട് പഠിക്കേണ്ടതാണ്. 6 36, സിസ്റ്റം 3, 6 12 ഇൻറ്റു 2 24, 24 പ്ലസ് 3 27, സിസ്റ്റം 2, 2 4 2 6, 676. ഇങ്ങനെ നമുക്ക് എഴുതിയിട്ട് തന്നെ കൂട്ടാം. അല്ലെങ്കിലോ 25, 25ന്റെ സ്ക്വയർ എത്രയാണ്? 625. ഈ 625ന്റെ കൂടെ ഞാൻ എന്തൊക്കെ കൂട്ടണം? 25 കൂട്ടണം പ്ലസ് 26 കൂട്ടിയാൽ നമുക്കിത് കിട്ടും. ഇനി അപ്പൊ 625 പ്ലസ് 25 പ്ലസ് 25 പ്ലസ് 1 എഴുതിക്കൂടെ? 26 നമുക്ക് എന്ത് എഴുതാം? 25 പ്ലസ് 25 പ്ലസ് 1 എഴുതിക്കൂടെ? അപ്പൊ എന്താവും? 625 പ്ലസ് 50 പ്ലസ് 1 ആയിക്കൂടെ? 625 പ്ലസ് 50 പറയുന്നത് 675 പ്ലസ് 1 676 എന്നും എത്തിക്കാം. അപ്പൊ നമ്മൾ ഒരു സ്ക്വയർ കാണണം, ഒരു സംഖ്യയുടെ സ്ക്വയർ കാണാൻ വെച്ചാല് നമുക്ക് തൊട്ട് മുമ്പുള്ള സംഖ്യയുടെ സ്ക്വയർ അറിയാം. അതായത് ഇപ്പൊ ഞാൻ പറയാണ്, എനിക്ക് 24ന്റെ സ്ക്വയർ ആണ് കണ്ടുപിടിക്കേണ്ടത്. എനിക്കെന്താ കണ്ടുപിടിക്കണം? 24ന്റെ സ്ക്വയർ കണ്ടുപിടിക്കണം. പക്ഷെ എനിക്കറിയാവുന്ന എന്താണ്? 25ന്റെ സ്ക്വയർ അറിയുള്ളൂ. അപ്പൊ 24ന്റെ സ്ക്വയർ, 25ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? 24ന്റെ സ്ക്വയർ പ്ലസ് 24 പ്ലസ് 25 ആണ് എന്തെന്ന് പറയുന്നത്? 25ന്റെ സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പൊ 24ന്റെ സ്ക്വയർ എന്തായിരിക്കും? 25 സ്ക്വയർ മൈനസ് 24 പ്ലസ് 24 മൈനസ് 25. ഇതായിരിക്കും എന്തെന്ന് പറയാ? 24ന്റെ സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പൊ എത്ര വരും? 625 മൈനസ്, ഞാൻ എഴുതി 25 മൈനസ് 25 പ്ലസ് 1 എന്ന് എഴുതി കൂടെ എഴുതാം. കാരണം എന്താണ്? 24 ഞാൻ മൈനസ് 25 പ്ലസ് 1 എന്ന് എഴുതി. അപ്പൊ എന്തായി? 625 മൈനസ് 50, അതായത് 575 പിന്നെ പ്ലസ് 1 കൂടി ഉണ്ടല്ലോ, അപ്പൊ 576. ഇങ്ങനെ നമുക്കൊന്ന് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ നമുക്ക് നേരെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റും. അപ്പൊ എന്ത് ചെയ്യാം? 24ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത്? ആദ്യം 4ന്റെ സ്ക്വയർ പറയുന്നത് 16, സിസ്റ്റം എന്താ വരിക? 1 വരും. പിന്നെ ഈ 4 പ്ലസ് 4 എത്ര വരും? 8 വരും. ഈ 8 ഇവിടെയുള്ള 2, 8 ഇൻറ്റു 2 16 വരും. 16 ഇവിടെ ഒരു സിസ്റ്റം ഉണ്ടല്ലോ, അപ്പൊ 16 പ്ലസ് 1 17 വരും. സിസ്റ്റം 1 ചെയ്യാം. ഈ 2 സ്ക്വയർ 2 ഇൻറ്റു 2 4, 4 പ്ലസ് 1 5, 576 വരും. ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. 200 മീറ്റർ ഓട്ട മത്സരത്തിൽ എ 45 സെക്കൻഡിലും ബി 50 സെക്കൻഡിലും ദൂരം പൂർത്തിയാക്കും. ഈ ഓട്ടത്തിൽ എ ബിയെ എത്ര സെക്കൻഡ് മുന്നിൽ നിന്ന് ജയിക്കും? നമുക്കറിയാം 50 സെക്കൻഡ് കൊണ്ടാണ് ബി എത്തുള്ളൂ. ബി മെല്ലെ എത്തുകയുള്ളൂ 50 സെക്കൻഡ് കൊണ്ട്. എ 45 സെക്കൻഡ് കൊണ്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഓട്ടത്തിൽ എ ബി എത്ര സെക്കൻഡിന് മുന്നിൽ നിന്ന് ജയിക്കും? 5 സെക്കൻഡ്. 50 മൈനസ് 45, 5 സെക്കൻഡിന് മുന്നിൽ നിന്ന് ജയിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. ഒരാൾ 3 ബുക്ക് വാങ്ങിയപ്പോൾ ഒരു ബുക്ക് സൗജന്യമായി ലഭിച്ചു എങ്കിൽ ഡിസ്കൗണ്ട് എത്ര ശതമാനം? അപ്പൊ എനിക്ക് ഓരോ ബുക്കിന് ഞാൻ 100 രൂപയാണ് വിലയിടുന്ന വയ്ക്കാം. ഓരോ ബുക്കിന് ഞാൻ എന്ത് ചെയ്ത് 100 രൂപ വിലയിടുന്നത്. അപ്പൊ ഞാൻ എത്ര രൂപയ്ക്കാണ് ശരിക്കും കൊടുക്കേണ്ടത്? 4 ബുക്ക് കൊടുക്കണം വെച്ചാൽ എനിക്ക് 4 × 100 400 രൂപ കൊടുക്കണം. പക്ഷെ എനിക്ക് എത്ര രൂപ കൊടുക്കേണ്ടതെന്നുള്ളൂ? 300 രൂപ കൊടുക്കേണ്ടതെന്നുള്ളൂ. അപ്പൊ ലാഭം എത്രയാണ്? 400 മൈനസ് 300. ഞാൻ ശരിക്കും പറഞ്ഞ എത്രയാണ്? 400 രൂപയാണ് ഇതാ കണ്ടത്. അപ്പൊ 400 ഇൻറ്റു 100 ഇതായിരിക്കും ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ 100/400. അപ്പൊ എത്ര വരും? 1/4 ഇൻറ്റു 100, അതായത് 25% ഇതിന്റെ ലാഭം എന്ന് പറയുന്നത്. ഇവിടെ എത്തുന്ന ഓപ്ഷൻ എ ആണ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. 10 ക്യൂബ് മൈനസ് 7 ക്യൂബ് ഡിവൈഡഡ് ബൈ 10 സ്ക്വയർ പ്ലസ് 70 പ്ലസ് 7 സ്ക്വയർ ഇതിന്റെ വാല്യൂ എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ മനസ്സിലാക്കണം എ ക്യൂബ് മൈനസ് ബി ക്യൂബ് എന്നുള്ള ഫോർമുലയാണ് ഉപയോഗിക്കേണ്ടതെന്ന് മനസ്സിലാക്കണം. എ ക്യൂബ് മൈനസ് ബി ക്യൂബ് എത്രയാണ് വരിക? എ ക്യൂബ് മൈനസ് ബി ക്യൂബ് എന്ന് പറയുമ്പോൾ എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ എന്നാണ് വരിക. അപ്പൊ ഇത് സോൾവ് ചെയ്യുമ്പോൾ എന്ത് വരാം? ഇവിടെ നമുക്ക് വാല്യൂ ഇടാം. എക്ക് 10 എന്നിടാം, ബിക്ക് 7 എന്നുള്ള വാല്യൂ ഇടാം. അപ്പൊ 10 ക്യൂബ് മൈനസ് 7 ക്യൂബ് ഈസ് ഈക്വൽ ടു 10 മൈനസ് 7 ഇൻറ്റു 10 സ്ക്വയർ പ്ലസ് എ എത്രയാണ് 10 ഇൻറ്റു ബി എത്രയാണ് 7 പ്ലസ് ബി സ്ക്വയർ എത്രയാണ് 7 സ്ക്വയർ എന്ന് വരും. ഇതിന് നമ്മൾ വീണ്ടും സോൾവ് ചെയ്യുമ്പോൾ വരും 10 മൈനസ് 7 എത്രയാണ് 3 വരും. 3 ഇൻറ്റു 10 സ്ക്വയർ പ്ലസ് 10 ഇൻറ്റു 7 എത്രയാണ് 70 പ്ലസ് 7 സ്ക്വയർ ഇസ് ഈക്വൽ ടു 10 ക്യൂബ് മൈനസ് 7 ക്യൂബ് എന്ന് വരും. ഇനി ഈ ബ്രാക്കറ്റിന് ഇതിന്റെ മൊത്തം ഈ അണ്ടർലൈൻ ചെയ്ത സാധനത്തിന് മൊത്തം ഞാൻ എന്ത് ചെയ്തു? ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുപോയി. അപ്പൊ എന്ത് വരും? 10 ക്യൂബ് മൈനസ് 7 ക്യൂബ് ഡിവൈഡഡ് ബൈ 10 സ്ക്വയർ പ്ലസ് 70 പ്ലസ് 7 സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്ത് വരും? 3 എന്ന് വരും. അതല്ലേ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഓപ്ഷൻ എന്താണ്? ബി ആണ് ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യൻ, 8, 12, 16 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിച്ചാൽ 3 സിസ്റ്റം വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? ഇപ്പോൾ 8, 12, 16 എന്ന സംഖ്യകൾ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇതിലെ ഏറ്റവും ലോവസ്റ്റ്, ഇതിന്റെ മൊത്തമായിട്ടുള്ള കോമൺ ആയിട്ടുള്ള മൾട്ടിപ്പിള് ഏറ്റവും ലോവസ്റ്റ് കാണുക. അതിന്റെ കൂടെ 3 ആഡ് ചെയ്ത് വെക്കാം. അപ്പൊ നമുക്ക് ആദ്യം എൽസിഎം കണ്ടു. ഈ എൽസിഎം കണ്ടാൽ എന്താണ്? ആ എൽസിഎമ്മിനെ ഈ 3 സംഖ്യകൾ കൊണ്ടും നിശേഷം ഹരിക്കാൻ പറ്റും. ഈ നിശേഷം ഹരിച്ചു കഴിഞ്ഞു. ഇനി എനിക്കൊരു 3 സിസ്റ്റം വേണം എന്ന് വെച്ചാൽ ഞാൻ എന്ത് ചെയ്യണം? ആ സംഖ്യ ഉണ്ടല്ലോ, ആ ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിളിന്റെ കൂടെ 3 കൂട്ടാണ് വെക്കുക. അപ്പൊ നമ്മൾ എന്താ സംഭവിക്കുക? നമുക്ക് 3 സിസ്റ്റം വരും. ഈ 3 സംഖ്യകൾ കൊണ്ട് ഹരിച്ചാലും ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ മൊത്തം സിസ്റ്റം എല്ലാം കഴിഞ്ഞു. പിന്നെ ബാക്കി ഒരു 3 നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ 3 സിസ്റ്റം ബാക്കി വരും. അപ്പൊ 8, 12, 16 8, 12, 16 ഇതിന്റെ ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ആ ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിളിന്റെ കൂടെ എന്ത് ചെയ്യണം? 3 കൂടി ആഡ് ചെയ്യണം. അപ്പൊ 8ന്റെ മൾട്ടിപ്ലിക്കേഷൻസ് നോക്കിയാൽ 8, 16, 32 16, 24, 32, 40, 48, 56 ഇങ്ങനെയാണ് സംഖ്യകൾ പോകുന്നത്. ഇനി 12ന്റെ നമ്മൾ നോക്കണം. 12, 24, 36, 48, 60 ഇങ്ങനെയാണ് സംഖ്യകൾ പോവുക. ഇനി 16ന്റെ എടുക്കണം. 16, 32, 48, 48 കഴിഞ്ഞാൽ 64 ഇങ്ങനെയാണ് സംഖ്യകൾ പോവുക. അപ്പൊ ഇതില് കോമൺ ആയിട്ടുള്ള മൾട്ടിപ്പിൾ നോക്കാം. 8 വേറെ ഏതെങ്കിലും ഉണ്ടോ? ഇല്ല. 16 എവിടെയെങ്കിലും ആവർത്തിക്കണോ? ഇവിടെ ആവർത്തിക്കുന്നുണ്ട്. പക്ഷെ 12ൽ ആവർത്തിക്കുന്നില്ല. പിന്നെ 24, 8ലും 12ലും ഉണ്ട്, പക്ഷെ 16ലില്ല. ഇനി 32, 8ൽ മാത്രമുണ്ട്, 8ലുണ്ട്, 16ലുണ്ട്, പക്ഷെ 12ലില്ല. 8ന്റെ ഇരട്ടിയാണല്ലോ 16. 16ലുള്ള എല്ലാ സംഖ്യകളും 8ലുണ്ടാവും, പക്ഷെ 8ലുള്ള എല്ലാ സംഖ്യകളും 16ൽ ഉണ്ടാവില്ല. ഇനി 40 ഇതിലൊക്കെ ഉണ്ട്, 8ല് മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത ഏതാണ്? 48 ചെയ്തു. 48 ഇതിലൊക്കെ ഉണ്ട്, 48 8ലുണ്ട്, 12ലുണ്ട്, 16ലുണ്ട്. അപ്പൊ ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് 48 ആണ്. നമുക്ക് എന്താ വേണ്ടത്? 3 സിസ്റ്റം ആണ്. അപ്പൊ 48 പ്ലസ് 3 51 ആണ് ആൻസർ വരിക. ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. പക്ഷെ നിങ്ങൾ ഇങ്ങനെ എൽസിഎം കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യരുത്. ഇതെന്തിനാണെന്ന് വെച്ചാൽ എന്താണ് ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തന്നാണ്. ഇങ്ങനെ നമ്മൾ സാധാരണ ചെയ്യേണ്ടത് എങ്ങനെയാണ്? 8, 12, 16 എന്ന് എഴുതുക. ഇതിൽ എന്ത് ചെയ്യാം? 3ന് മൊത്തമായിട്ട് ഹരിക്കാൻ പറ്റുന്ന 4ആണ്. അപ്പൊ 24, 8, 3, 4, 12, 4, 16. ഇനി ഇതിനെ വീണ്ടും നമുക്ക് ഹരിക്കാൻ പറ്റില്ല, 2 കൊണ്ട് ഹരിക്കാൻ പറ്റും. അപ്പൊ 1, 3, 2 തരും. അപ്പൊ ഇതിന്റെ ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എത്രയാണ്? 4 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 2. അപ്പൊ 4, 2, 8, 3, 24, 2, 48 എന്നുള്ള ആൻസർ വരും. നമുക്ക് ഹരിക്കേണ്ടത് എത്രയാണ്? 3 സിസ്റ്റം വരും. അപ്പൊ 48 പ്ലസ് 3 51 വരും. ഇനി 51 നമുക്ക് ഹരിച്ചു നോക്കാം. 51 8 കൊണ്ട് ഹരിച്ചു. അപ്പൊ എത്ര വരും? 6, 8, 48 വരും. സിസ്റ്റം 3 വരും. ബാലൻസ് 3 വന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 12 കൊണ്ട് ഹരിച്ചു നോക്കാം. 12 കൊണ്ട് ഹരിക്കുകയെന്ന് വെച്ചാൽ എത്ര വരും? 12 കൊണ്ട് ഹരിച്ചിരിക്കുക. 4, 12, 48 വരും. സിസ്റ്റം ബാക്കി എത്ര വരും? 3 വരും. ഇനി 16 കൊണ്ട് ഹരിച്ചാലോ? 16 കൊണ്ട് ഹരിച്ചാൽ 3 മൾട്ടിപ്പിൾ വരും, അതുപോലെ തന്നെ 3 സിസ്റ്റവും വരും. ഇങ്ങനെ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റും.
അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. 2 + 1/2 പ്ലസ് 3 1/4 മൈനസ് 4 1/5 ഇതിന്റെ വാല്യൂ എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 2 + 3 - 4 അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് എല്ലാത്തിനെയും വിഷമ ഭിന്നത്തെ നമ്മുടെ സാധാ ഭിന്നമാക്കാം. അപ്പൊ എന്ത് ചെയ്തു? ഈ 2 4 4 + 1 5 5/2 പ്ലസ് ഇതെങ്ങനെ ഞാൻ കണ്ടെത്തി? 2 1/2 എന്താ ചെയ്തു? 2 × 2 + 1/2 ഈ 2 എവിടെ നിന്ന് വന്നത്? ഈ 2 വന്നിട്ട് ഇവിടുത്തെ 2ആണ് ചെയ്തത്. അപ്പൊ 2 + 2 × 2 4 + 1/2 5/2 വരും. ഇനി നമ്മൾ എന്ത് ചെയ്തു? 3 1/4 നോക്കണം. 3 1/4 സാധാ ഭിന്നത്തിലാക്കാൻ എന്ത് ചെയ്യണം? 3 × 4 പ്ലസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ 4 എന്ന് എഴുതണം. അപ്പൊ 4 12 പ്ലസ് 1/4 അതായത് 13/4 എന്ന് എഴുതാം. അപ്പൊ ഞാൻ ഇവിടെ എഴുതി 13/4 മൈനസ് 4 1/5 നമുക്ക് എന്ത് എഴുതാം? 4 × 5 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 5 അതായത് 4 × 20 പ്ലസ് 1/5 അതായത് 21/5 എന്ന് എനിക്ക് എഴുതാം. അപ്പൊ ഇത് ഞാൻ ചെയ്യുന്ന സമയത്ത് എത്ര വരും? 5/2 പ്ലസ് 13/4 ആദ്യം ചെയ്യാം. ഇവിടെ 4 വന്നിരിക്കുന്നത്, ഇവിടെ 2 വന്നിരിക്കുന്നത്. ഇപ്പൊ ഞാൻ ഇവിടെ 4 എന്ത് ചെയ്യുന്നത്? മതി മേലെയും താഴെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മേലെയും താഴെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ 10/4 പ്ലസ് 13/4 എന്ന് വരും. അപ്പൊ അതിനെ സോൾവ് ചെയ്യുന്ന സമയത്ത് എത്ര വരും? 10 + 4 10/4 പ്ലസ് 13/4 അതായത് 23/4 മൈനസ് 21/5 എന്ന് വരും. അപ്പോൾ ഇതിനെന്ത് ചെയ്യണം? ഞാന് ഈ 5 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് ഈ 4 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തു. പിന്നെ ഇത് രണ്ടും കോമൺ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതായത് 23 × 5 മൈനസ് 21 × 4 ഡിവൈഡഡ് ബൈ 4 × 5. ക്ലിയർ ആവുണ്ടല്ലോ? അപ്പൊ എത്ര വരും? ഇങ്ങനെ സോൾവ് ചെയ്യുന്ന സമയത്ത് 23 × 5 അപ്പൊ എത്ര വരും? 115 115 മൈനസ് 4 8 ഡിവൈഡ് ബൈ 20 എന്നുള്ള ആൻസർ വരും. അതായത് എത്ര വരും? 115 മൈനസ് 84 പറയുമ്പോൾ 31 വരും. കറക്റ്റ് ആണല്ലോ? 4 1 5 8 3 11 ഓക്കെ 31/20 വരും. അതായത് എത്ര വരും? 31/20 നമുക്ക് എഴുതാം 20 പ്ലസ് 11/20 എന്ന് എഴുതി കൂടെ എഴുതാം. അപ്പൊ 20/20 എത്ര വരും? 1 വരും. 1 11/20 അങ്ങനെയുള്ള ആൻസർ ഉണ്ടല്ലോ. അപ്പൊ ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. എത്ര ആൻസർ വരിക? ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. ഇനി ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? അപ്പൊ ഞാൻ ഇവിടെ എങ്ങനെ ചെയ്തെന്ന് മനസ്സിലായല്ലോ? 23/4 മൈനസ് 21/5 വിച്ച് ഈസ് ഈക്വൽ ടു എന്താ ചെയ്തത്? ഞാൻ ഇവിടെയുള്ളത് മേലെയും താഴെയും ഒരുപോലെ ആക്കാൻ വേണ്ടി എന്ത് ചെയ്തു? ഫസ്റ്റത്തേല് ഞാൻ എന്ത് ചെയ്തു? ഇവിടെ 4 ഇവിടെ 5 അപ്പൊ 5 കൊണ്ട് മേലെയും താഴെയും മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ 23 × 5 ഡിവൈഡഡ് ബൈ 4 × 5 എന്ന് വരും. അതായത് 115/20 എന്ന് വരും. ഇനി അടുത്തതാണെങ്കിലോ 21 × മേലെയും 4 കൊണ്ട് ഗുണിച്ച് താഴെയും 4 കൊണ്ട് ഗുണിച്ച് അപ്പൊ 21 × 4 ഡിവൈഡ് ബൈ 5 × 4 വിച്ച് ഈസ് ഈക്വൽ ടു എത്ര വരും? 84 ഡിവൈഡ് ബൈ 20 വരും. പിന്നെ ഇവ തമ്മിൽ മൈനസ് ചെയ്തിട്ടാണ് ഞാൻ 31/20 എത്തി. അങ്ങനെയാണ് ഇത് സോൾവ് ചെയ്തത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്ക് സാധാരണ ചെയ്യുന്ന പോലെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡും കൂടി നമുക്ക് നോക്കാം. അപ്പൊ എങ്ങനെ ചെയ്യേണ്ടത് നോക്കാം. അപ്പൊ 2 ആദ്യം ഈ ഭിന്നസംഖ്യയുടെ പുറത്തുള്ള എടുക്കുക. 2 പ്ലസ് 3 മൈനസ് 4 എടുത്തു. പിന്നെ എന്ത് ചെയ്യണം? പ്ലസ് ഹാഫ് പ്ലസ് 1/4 മൈനസ് 1/5 അങ്ങനെ ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പം 3 + 2 എത്രയാണ്? 5 5 മൈനസ് 1 എത്രയാണ്? 5 മൈനസ് 4 എത്രയാണ്? 1 വരും. 3 + 2 5 മൈനസ് 4 1 പ്ലസ് ഹാഫ് പ്ലസ് 1/4 ഇത് നമുക്ക് എന്ത് എഴുതാം? ഈ ഹാഫിന് നമുക്ക് 2/4 എന്ന് എഴുതി കൂടെ. അപ്പൊ 2/4 പ്ലസ് 1/4 എത്രയാണ്? 3/4 എന്ന് എഴുതാം. 3/4 മൈനസ് 1/5 എന്ന് വരും. വിച്ച് ഈസ് ഈക്വൽ ടു എത്ര വരും? 1 പ്ലസ് 3 എത്രയാണ്? 15 മൈനസ് 4 ഡിവൈഡ് ബൈ 20 എന്ന് വരും. എങ്ങനെ കണക്കൂട്ടി? 3 × 5 1 × 4 ബൈ ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ എഴുതണം. അപ്പൊ എത്ര വരും? 1 പ്ലസ് 15 മൈനസ് 4 എത്രയാണ്? 11 ആണ്. 11/20 അതായത് 111/20 എന്നുള്ള ആൻസർ വരും.
ഇങ്ങനെ നമുക്ക് ചെയ്യാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 2√2 പ്ലസ് 3√2 മൈനസ് √8. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യം, √8 എന്ന് പറയുന്നത് എന്ത് എഴുതാം? √8നെ നമുക്ക് 4 × 2 എന്ന് എഴുതിക്കൂടെ? വിജി എന്ത് എഴുതാം? √4 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പൊ ആ 2നെ നമുക്ക് വെളിയിലിട്ട് 2√2 എന്ന് വരും. അപ്പൊ 2√2 പ്ലസ് 3√2 മൈനസ് 2√2 എന്നുള്ള ആൻസർ വരും. വിജി എന്താ? 3√2. 2√2ഉം 2√2 വെട്ടിപ്പോയി. അപ്പൊ ബാക്കി എന്താ വരിക? 3√2 ആണ് വരിക. അപ്പൊ ഓപ്ഷൻ എന്താണ്? ബി ആണ് ആൻസർ വരിക. തൽക്കാലം ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബൈ.